താജുൽ ഉലമയെ മറികടക്കാൻ ഒരാൾക്കും മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നിരക്കാത്തതാണെങ്കിൽ തങ്ങൾ ഉസ്താദാകട്ടെ, പ്രമാണിയാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, മന്ത്രിയാകട്ടെ, ധനാഢ്യനാകട്ടെ, പോടാവിടുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധരായ ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ സ്വത്തവകാശം കൊടുക്കരുതെന്ന് മക്കളോട് പറഞ്ഞു വെച്ച ആളാണ് മഹാനായ താജുൽ ഉലമ. മഹാനായ ശാരിയാത്തിയുടെ ആ തവഴിയിൽ അത്രത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രംഗത്ത് നിന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്നു, തദഖുല് നടക്കുന്നു, ബിദ്അത്തുകാരി ആരോക്കെയോ മുഖേന ഇടിച്ചു കയറുന്നു, ബിദ്അത്തുകാരുമായി സമരസപ്പെട്ടു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ലാ യഖാഫു ലൗമത ലാഇബിൻ, ഒരാളെ ആക്ഷേപത്തിനെയും ഭയപ്പെടാതെ ധീരമായി തങ്ങളെടുത്ത നിലപാടാണ് വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബാ എന്ന വിധത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും സമസ്തയിൽ നിന്നും ധൈര്യതയോടെ ഇറങ്ങേണ്ടി വന്നത്. മഹാനായ താജുൽ ഉലമ എന്തെങ്കിലും ഒരു ധിക്കാരം കാട്ടിയതല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ റൂട്ടുകൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇനി വേദിയിലിരുന്നാൽ പറ്റില്ലടാ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മഹാനായ സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയെ മുറുകെ പിടിച്ചത്. ആ മുറുകെ പിടിച്ചെടുത്ത് താജുൽ ഉലമ രണ്ട് വാക്ക് പറയാറുണ്ട്. ഒന്ന് CM വലിയുള്ളനെ സമീപിച്ചു, അല്ലാഹു തആല അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് തരുമാറാകട്ടെ. CM പറഞ്ഞു, അൻത അലൽ ഹഖ്, തങ്ങൾ ഹഖിന്മലാണ്, വാക്ക് മാറ്റി പറയാത്ത CM ആണത്. അവർ പറഞ്ഞു തങ്ങൾ ഹഖാൻ, ആ ഹഖാണ് ഇന്ന് സമകാലം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആനായ താജുൽ ഉലമ പറയുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ വലൗ കുന്തു വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ താജുൽ ഉലമയെ നമുക്ക് വായിക്കാം. മഹാനായ താജുൽ ഉലമയുടെ ശജാഅത്താണ്. താജുൽ ഉലമയുള്ളാൽ തങ്ങളേറ്റ സമസ്ത ഇത്, താജുൽ ഉലമയെ പിണയിച്ചിടുന്ന സമസ്ത ഇത്, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആദർശം ഇല്ലാതെ പിൻപറ്റി കാത്തു പോന്ന സമസ്ത ഇത്, താജുൽ ഉലമയുള്ളാൽ തങ്ങളേറ്റ സമസ്ത ഇത്, താജുൽ ഉലമയെ പിണയിച്ചിടുന്ന സമസ്ത ഇത്.